വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ഞാനത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തണുപ്പിച്ചെടുത്ത 2 ഗ്ലാസ് പാല്, ആവശ്യത്തിനുള്ള പഞ്ചസാര, കുതിർത്തെടുത്തിട്ടുള്ള കസ്കസ്, ബദാം വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്, 2 ഏലക്കായ, ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ഏലക്കായ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, ആ ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഒരു ജാറിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കസ്കസ് ചേർക്കാം. ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് ബൂസ്റ്റ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. വെച്ചിരിക്കുന്ന നട്ട്സും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നേരത്തെ ചേർത്തിട്ടുള്ള ആ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് കറക്റ്റാണ്. അതുപോലെ തന്നെ ബൂസ്റ്റ് പൊടി ചേർക്കുമ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസിന് ഒരു പ്രത്യേക രുചിയാണ്. ആ പൊടി ചേർത്ത് കഴിഞ്ഞ് ആ തണുപ്പോട് കൂടി തന്നെ കുടിച്ചു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ബൂസ്റ്റും കസ്കസും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണിത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.